അപ്പം ഞങ്ങളിന്ന് പുറത്തേക്ക് പോവുകയാണ്. സൺഡേ ഒക്കെ ആണല്ലോ, അപ്പോൾ കുറേ ആയി സൺഡേസിലൊക്കെ ഇങ്ങനെ പുറത്ത് പോയിട്ട്. ഒന്നാമത് മഴയൊക്കെ ആയതുകൊണ്ടാണ്. അപ്പോൾ ഒന്ന് നിയമോള് പറഞ്ഞ് നമുക്ക് ബീച്ചിലൊന്ന് പോവാന്ന്, അങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. അതിന് മഴ പെയ്യോന്നൊന്നും അറിയില്ല. എന്തായാലും 2 കുടയൊക്കെ എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട്. മക്കള് ബാക്കിൽ നിൽക്കുന്നുണ്ട്. നിയമോളും മീക്കുട്ടിയുടെ കൂടെ ബാക്കിൽ കയറിയിട്ടുണ്ട്. സാധാരണ നിയമോൾ എൻ്റെ അടുത്ത് തന്നെയാണ് ഇരിക്കാറ്. അതുകൊണ്ട് ഞാൻ ഫ്രീ ആയിട്ട് ഇവിടെ ഇരിക്കുകയാണ്. നന്ദുവേട്ടൻ അതാ ഡ്രൈവ് ചെയ്യാണ്. അപ്പൊ എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. നിയമോൾ അവിടെ ഇരിക്കും. അതുകൊണ്ട് എടുത്തിരുന്നോ? അതിന് എവിടെ പോവാ? അവിടെ അടിപിടിയായി. 3 ആളും കൂടി കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. നെയ്മോള് മുന്നിലിരിക്കണ തന്നെയാ നല്ലത്. അതെന്തിനാണ് പറയുന്നു? ഈ കുട്ടി നോക്ക്. നെയ്മോളെ കൊണ്ട് വരാൻ വേണ്ടി നോക്കുന്നുണ്ട്. എന്തിനാ പറയുന്നത്? അതിരിക്കുക്കൻ എന്താ ചെയ്തത്? അതിരിക്കുക്കെന്നാ പറയട്ടോ. അതിരിക്കുക്കൻ എന്താ ചെയ്തത്? ഉള്ളിയോ? ചാടില്ലോ. ചാടില്ലേ? ചാടില്ല. ഓട്ടെ. മോളെ കുട്ടിക്ക് ഐസ്ക്രീം വേണം. ഇങ്ങോട്ട് നോക്ക്, നമ്മളെ നോക്ക്. ഐസ്ക്രീം ഇങ്ങോട്ട് നോക്ക്, ഇതിലേക്ക് നോക്ക്, ഫോണിൽ നോക്ക്. ഐസ്ക്രീം വേണം. എത്ര ഐസ്ക്രീം വേണം? കാറ്റുണ്ടാവും. തണുപ്പുണ്ടല്ലേ? ആണോ? ആ ശരിയല്ലേ? മഴക്കാറുള്ളവനെ തോന്നുന്നുണ്ട്. ഇപ്പൊ ബീച്ചിലെത്തുമ്പോഴത്തേക്കും മഴ പെയ്യോന്നുള്ളത് അറിയില്ല. എന്തായാലും പോയോക്കട്ടെ. മഴ പെയ്താല് കൊടയൊക്കെ പിടിച്ച് നടക്കേണ്ടി വരും മക്കളെ എടുത്തിട്ട്. ഹൈലൈറ്റിന്റെ മുന്നിലെത്തിയിട്ടുണ്ട്. അപ്പൊ നല്ല തിരക്കാണ്. വണ്ടികൾ അങ്ങോട്ട് കയറാനുള്ള വണ്ടികളാണ് കാണുന്നത്. നമുക്ക് അങ്ങോട്ട് പോകണ്ട, റൈറ്റിലേക്ക് തിരിയാനാണുള്ളത്. നല്ല സൺഡേസ് നല്ല തിരക്കാണ് ഉണ്ടാവാറ്. എന്തായാലും നമ്മൾ അവിടുന്ന് പോകുന്നു. നമുക്ക് നേരെ ബീച്ചിലേക്ക്. കാക്കയെ കൂടെ വേണ്ട. ജോണി അദ്രി ഏതാ പാട്ട്? ഏതാ പാട്ട്? അത് പാടുന്ന കേട്ടിട്ടോ? കേക്കാത്തൊരു പാട്ടല്ലോ. ഏതാ? ബംഗാളിയാ? ബംഗാളി പാട്ടാ? ഏത് പാട്ടാ? ടിവിയില് കണ്ടോ? കേട്ടിട്ടുണ്ട്. ഇഷ്ടമുള്ള പാട്ട് ചിലപ്പം ഓരോ ഭാഷയിലായപ്പോ രണ്ടാളും പാടുണ്ട്. എപ്പോഴും പാടും രണ്ടാളും പാട്ട്. നീ കുട്ടി ഒരു പാട്ട് പാട്. ഏത് പാട്ടാലും കുഴപ്പമില്ല. മിന്നടി മിന്നങ്ങിയെന്ന് പറഞ്ഞ പാട്ടല്ലേ?
അടിപൊളിയായിട്ട്. അദ്രിക്കുട്ടാ, അദ്രി ചേച്ചിന്റെ പാട്ട് കേട്ടോ? ചേച്ചി പാടി പാട്ട് കേട്ടോ? അദ്രി ചേച്ചിന്റെ പാട്ട് കേട്ടോ? അദ്രിക്കുട്ടൻ പാട്ട് പാടുവോ? വേണ്ട, പിന്നെ പാടല്ലേ? നീ മോളെ നേ ചേച്ചി പാട്ട് പാടി കേട്ടോ? അപ്പൊ നമ്മള് ഏകദേശം ബീച്ചിലെത്താനായിട്ടുണ്ട്. അപ്പൊ ആ ബ്രിഡ്ജ് കയറി നേരെ ബീച്ചിലേക്ക്. ഇപ്പം ഞങ്ങൾ ബീച്ചിലെത്തി. നല്ല പാർക്കിംഗ് ആണ്. എല്ലാ ഞായറാഴ്ച ഉണ്ടാകുന്ന പോലെ തന്നെ നല്ല തിരക്കാണ്. ഒരു റൗണ്ട് ഫുൾ അടിച്ചിട്ടാണ് ഒരു സ്ഥലത്ത് പാർക്കിംഗ് കിട്ടിയത്. അപ്പം പാർക്ക് ചെയ്തു, കുറച്ച് ബീച്ചിലേക്ക് നടക്കുകയാണ് ഞങ്ങൾ. ഹായ് പരി ഹായ് പരി ഹായ് ഹായ്. അങ്ങനെ ഞങ്ങൾ ബീച്ചിലെത്തി. നല്ല തിരക്കാണെന്ന്. സൺഡേ ആയതുകൊണ്ടുള്ള തിരക്കായിരിക്കും. അല്ല, പൊതുവേ ബീച്ചിൽ നിന്ന് എപ്പോഴും തിരക്കാണ് ഉണ്ടാവുക. അങ്ങനെ അവിടെ ഹോഴ്സ് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ രാത്രി ആയതുകൊണ്ട് ഞങ്ങൾ അവിടേക്കൊന്നും നോക്കിയിട്ടേ ഇല്ല, ആ ഭാഗത്തേക്കൊന്നും. അപ്പോൾ അതിൽക്കുട്ടനും നേക്കുട്ടിയൊക്കെ ഹോഴ്സിനെ കണ്ടിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. ആദ്യമായിട്ട് കാണുകയാണ് അവർ. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരിക്കുകയാണ് ചെയ്തത്. വെള്ളത്തിലേക്കൊന്നും ഇറങ്ങിയിട്ടില്ല. കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് മക്കൾ പൂഴിയൊക്കെ വാരി കളിച്ചു. അപ്പം അങ്ങോട്ട് പോവാൻ നേമോളാണെങ്കിൽ താഴെ നിൽക്കുന്നേ ഇല്ല. താഴെ മണ്ണ് കണ്ടിട്ട് ഇറങ്ങാതെ നിൽക്കുകയായിരുന്നു. താഴെ നിന്നപ്പം കുറച്ച് മണ്ണ് കാലിലായിപ്പോയി. ചെരുപ്പിൻ്റെ ഉള്ളിലായപ്പോൾ കുറേ കരയൊക്കെ ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ശരിയായി. അവൾ നടക്കാനൊക്കെ തുടങ്ങി. അത് സ്റ്റാർട്ടിങ് ആയതുകൊണ്ടുള്ള പ്രശ്നമാണ്. ആദ്യമായിട്ടാണ് അവർ ഇങ്ങനെ വരുന്നത്. അവൾ തീരെ ഇറങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ അവൾ മണ്ണ് വാരി കളിക്കാനൊക്കെ തുടങ്ങി. ആ, നീമോളെ കാല് പൂഴിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ട്. പണ്ട് ഞങ്ങൾ മീക്കുട്ടീനായിട്ട് എപ്പോഴും വരുമായിരുന്നു. ഇപ്പം കുറേ ആയി. പണ്ട് എല്ലാ സൺഡേസിലും വരാറുണ്ട്. ഇപ്പോൾ കാറെടുത്ത് വരുന്നതുകൊണ്ട് തന്നെ കാർ പാർക്കിങ്ങിനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഒന്നാമത് ഇങ്ങോട്ട് വരാൻ ഇഷ്ടമില്ലാത്തത്. മീമോള് മാത്രമുള്ള സമയത്ത് ബൈക്ക് എടുത്ത് വന്നാലും എവിടെയെങ്കിലുമൊക്കെ പാർക്ക് ചെയ്യാമല്ലോ. അപ്പം എന്തായാലും എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾ പോവുമായിരുന്നു. ആ പോകുന്ന സമയത്ത് ഒരു കാർ എടുത്തതുകൊണ്ട് അവിടെ വെക്കാൻ പറ്റി. അല്ലെങ്കിൽ പോണ്ടി വരുമല്ലോ കേട്ടാ. തിരിച്ച് പോവുമായിരുന്നു. എത്രയോ പ്രാവശ്യം ഇവിടെ വന്നിട്ട് മടങ്ങിപ്പോ. അതുകൊണ്ട് പിന്നെ ഇങ്ങോട്ട് അധികം വരാറില്ല. നേമോളെ അദ്രി നല്ല കളിയിലാണ് രണ്ടുപേരും. അവരെക്കാളും കളിയിലാണ് മേക്കുട്ടി, ചേച്ചിക്കുട്ടി അല്ലേ? അമ്മ കുട്ടി കളിക്ക. മീക്കുട്ടി കിണറൊക്കെ കുഴിച്ചിട്ട് അതൊക്കെ മൂടിയിട്ടുണ്ട്. ഇനി ആരെങ്കിലും കിണർ കുഴിക്കാനൊക്കെ ഉണ്ടെങ്കിൽ മീക്കുട്ടിനെ വിളിച്ചാൽ മതി. അല്ല നീയാ നാളെ മുതൽ പോന്നോ കിണർ കുഴിക്കേ? പഠിച്ചില്ലേ? പോണോ? കിണറൊക്കെ കുഴിച്ച് മൂടി വെച്ചിട്ടുണ്ട്. വെള്ളം കണ്ടോ കിണറില്? നേമോളെ നെയ്യാ മണ്ണ് കളിക്ക. ഒദ്രി ഒദ്രി വെള്ളവിടെ വെള്ളവിടെ ഉള്ളത്? വെള്ളവിടെ? വെള്ളത്തിൽ കളിക്കണ്ടേ? വെള്ളത്തിൽ കളിക്കണ്ടേ? വേണ്ട അപ്പിയാണല്ലേ. ആ ഈ കുട്ടിക്ക് വാങ്ങാനുള്ള തിരക്കല്ല മിയ. എന്താ വാങ്ങണ്ടേ? ആ അതാണ്, ഐസ്ക്രീം ഒന്നും വേണ്ടിയല്ലോ. ഉപ്പിലിട്ടതിനൊക്കെയാണ്. ഒന്നും വാങ്ങാൻ പറ്റില്ല മിയ, വെള്ളം നന്നാവൂല. ഞങ്ങൾ നല്ല ലേറ്റ് ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ കടലിലേക്ക് ഇറങ്ങാനൊന്നും പറ്റിയില്ല. വെള്ളത്തിൽ കളിക്കാനൊന്നും നമുക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ അവർ മണ്ണിൽ കളിക്കുക, പൂഴി വാരി കളിക്കുകയാണ്. നേമോള് ആദ്യം മണ്ണിൽ ഇറങ്ങാതെയൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽക്കൂടെ മീക്കുട്ടിയും കളിക്കുന്ന കണ്ടപ്പോൾ എല്ലാം ഇറങ്ങിയതാണ്. അവള് ചെരുപ്പിനുള്ളിലായപ്പോൾ തന്നെ ഭയങ്കര പ്രശ്നമായി, കരയൊക്കെ ചെയ്തു. പിന്നെ ഫുൾ കടിയിലായി. അപ്പൊ മണ്ണ് വാരി പൂഴി വാരി എറിയൊക്കെയാണ്.
താഴെ ഇറങ്ങാഞ്ഞത്? ഇത്ര മണ്ണ് കിട്ടി. നമ്മള് വീടുണ്ടാക്കും. പാപ്പാണ് അതിലാണ് കേട്ടോ. അച്ഛാ ടോർച്ച് ഇതിലേക്ക് അടിച്ചേ. നീ കൂടി കാലം കയറി. എറിയരുതെതിരി കണ്ണു പോട്ടോ. നീ കുട്ടി ഇങ്ങോട്ട് വാ. എറിയതന്നെയാ കണ്ണിലായി നീയാ? ഞാൻ കിണർ ഞാൻ ആദ്യമായിട്ടാ ബീച്ചിൽ വന്ന് കിണർ കുട്ടി കളിക്ക് നിർത്തിയിട്ട് ഇവിടെ വന്ന് ഇരുന്നിട്ടുണ്ട്. അതിലൂടെ എപ്പോഴും കളിക്കുന്നേ, അവിടെ മണ്ണിൽ കളിക്കുന്നുണ്ട്. എറിയ ചെയ്തത് അതാണ്. കണ്ണ് പോയാൽ അതോടെ തീരും. നമ്മൾ പണ്ട് സ്ഥിരം എല്ലാ ഞായറാഴ്ചയും വരുന്ന സ്ഥലമായിരുന്നു ബീച്ച്. മാരേജ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ മുതൽ എല്ലാ ഞായറാഴ്ചയും വരുന്ന സ്ഥലമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയും സ്ഥിരം വരുന്ന സ്ഥലം ബീച്ച് തന്നെയായിരുന്നു. പിന്നെ ഇപ്പോൾ ഭയങ്കര കുറച്ചുകൂടി റഷായി. ബീച്ചിൽ പാർക്കിംഗ് ഒക്കെ ഭയങ്കര ഇഷ്യൂ ആണ്. അപ്പം ഇപ്പോൾ കുറച്ചായിട്ട് വരൽ കുറഞ്ഞിട്ടുണ്ട്. അപ്പം കുറേ ദിവസത്തിന് ശേഷമാണ് ഇപ്പം ബീച്ചിലേക്ക് വന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. കുറച്ചു നേരമൊക്കെ ബീച്ചിൽ കളിച്ചു. എന്തായാലും വെള്ളത്തിലൊന്നും ഇറങ്ങാൻ പറ്റിയിട്ടില്ല. എന്നാലും നമ്മുടെ പൂഴിയൊക്കെ വാരിയിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കിയൊക്കെ കളിച്ചു കുറച്ചു നേരം. അപ്പം എന്തായാലും മേമോൾ ആദ്യം തീരെ ഇറങ്ങാൻ സമ്മതിച്ചിട്ടില്ലായിരുന്നു. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അതിരിക്കുട്ടനും മിയമോളും ഒക്കെ ഇറങ്ങുന്നത് കണ്ടപ്പോൾ അവളും അവരുടെ കൂടെ കൂടി കളിച്ചു. അപ്പോൾ എന്തായാലും ഐസ്ക്രീം വാങ്ങണമെന്ന് പറഞ്ഞിട്ട് ഐസ്ക്രീമൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട്. അപ്പം അത് കഴിച്ചിരിക്കുകയാണ് ബാക്കിൽ. അതുകൊണ്ടാണ് അവരുടെ സൗണ്ടൊന്നും കേൾക്കാത്തത്. കുട്ടി ബൈ പറ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്.